കറണ്ട് പോകുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ആണോ? അല്ല. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ LDF സർക്കാരിൻ്റെ വിജയം. എന്തോന്നറിയില്ല. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഭീമമായ വൈദ്യുതി ബില്ലിനെ പോലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ നിസ്സഹായരായി ഈ കൊടുംചൂടിൽ വെന്തൊരുങ്ങുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ. വൈദ്യുതി ബോർഡിലെയും റെഗുലേറ്ററി കമ്മീഷനിലെയും ഉന്നതർ നടത്തിയ വഴിവിട്ട നീക്കങ്ങളാണ് ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് ദീർഘകാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടിരുന്നു. 465 മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റിന് ശരാശരി 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങാനുള്ള കരാറാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തച്ചുടച്ചൊരു സംവിധാനത്തിനെ തന്നെ നാമാവശേഷമാക്കിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് സജ്ജമാക്കിയ പവർ കോറിഡോറും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കിയിരുന്ന ദീർഘകാല കരാറും ഉപയോഗപ്പെടുത്തിയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഒഴിവാക്കിയത്. എന്നാൽ 2 വർഷം മുമ്പ് കരാർ റദ്ദാക്കിയതിനു ശേഷം 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി 6 മുതൽ 12 രൂപ വരെ നൽകിയാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത്. ഇതിലൂടെ ദിവസേന 15 മുതൽ 20 കോടി രൂപ വരെയാണ് ഈ സർക്കാർ വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിയ നഷ്ടം. സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത നടപടിയാണ് ദീർഘകാല വൈദ്യുതി പർച്ചേസ് കരാർ റദ്ദാക്കുന്നത്. അഴിമതി ലക്ഷ്യമിട്ടുള്ള ഈ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ്റേതായിരുന്നെങ്കിലും KSEBിക്കും സർക്കാരിലെ ഉന്നതർക്കും അതിൽ പങ്കുണ്ട്. സർക്കാർ പറയുന്നത് എന്തും ചെയ്യുന്നവരാണ് റെഗുലേറ്ററി കമ്മീഷൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദീർഘകാല കരാറുകൾ തുടർന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും നിരക്ക് വർധനയും ഒഴിവാക്കാമായിരുന്നു. 2040 വരെ കേരളത്തിന് 4 രൂപ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷനും KSEBിയും സർക്കാരും കൂടി ചേർന്ന് ചെയ്തത്. ഇതിലൂടെ ബോർഡിന് നഷ്ടമുണ്ടായപ്പോഴും 2000 കോടി രൂപയാണ് കമ്പനികൾക്ക് ലാഭമുണ്ടായത്. ഏതായാലും ഈ അസഹനീയമായ ചൂടിൽ ഈ നടത്തുന്ന അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനിടയിൽ ഇരുന്നുകൊണ്ട് നന്നായി വിയർത്തുകൊണ്ട് നമ്മൾ പറയണം, ഇതിനൊക്കെ LDF അല്ലാതെ മറ്റാരുണ്ട്? കാണാം.